ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഫാൻസ്, അതായത് നമ്മളുടെ വ്യൂവേഴ്സുമായിട്ട് നമ്മൾ എൻഗേജ്മെൻ്റ് ആവുന്നതിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഫേസ്ബുക്കിൽ ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് എപ്പോഴും എൻഗേജ്മെൻ്റ് ആവുന്ന നല്ല രീതിയിലുള്ള ഫോളോവേഴ്സിന് നമുക്ക് മസ്റ്റായിട്ടും ആവശ്യമുണ്ട്. അവരെ നിലനിർത്തേണ്ടതും നമ്മുടെ ആവശ്യം തന്നെയാണ്. അപ്പോൾ ആര് നമ്മൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന് റിപ്ലൈ കൊടുക്കാനും, അതുപോലെ തന്നെ നമ്മളെ കണ്ടിന്യൂ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവരെ നമുക്ക് അങ്ങോട്ട് തിരിച്ച് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങോട്ട് വാങ്ങിയാൽ മാത്രം പോരാ, അങ്ങോട്ട് കൊടുക്കാനും പഠിക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് തന്നെ ഇന്നലെ നമ്മൾ ഫേസ്ബുക്കിൽ അവരുടെ ഒഫീഷ്യൽ പേജായ ഫേസ്ബുക്ക് ഫോർ ക്രിയേറ്റേഴ്സിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് തന്നെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കണക്റ്റിംഗ് വിത്ത് ഫാൻസ് എന്നുള്ള ചെറിയൊരു വീഡിയോ അതിൽ ഫേസ്ബുക്കിൽ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ അതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമ്മൾക്ക് മെയിനായിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്, നമ്മളുടെ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും റീൽസ് ആയാലും ഫോട്ടോ ആയാലും അതുപോലെ തന്നെ ലോങ് വീഡിയോ ആയാലും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് അവർക്ക് റിപ്ലൈ കൊടുക്കാനും, അതുപോലെ തന്നെ ഫാൻസ് നമ്മളെ കണ്ടിന്യൂ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വിഷ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ ഈ ഫേസ്ബുക്കിൽ തന്നെ ഉണ്ട്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. നമ്മൾക്കിതിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഫേസ്ബുക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തണം, ഇടയ്ക്കിടെ അപ്ലോഡ് ചെയ്യണം. ഇപ്പം ഫുള്ള് സെറ്റിങ്സ് ഒക്കെ മാറിയിട്ടുണ്ട്. സപ്പോർട്ട് ഇവിടെ വന്നിട്ടുണ്ട്, അതുപോലെ സെറ്റിങ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് സൈഡിലായിട്ട് ഇവിടെ ടൂളും വന്നിട്ടുണ്ട്. മുമ്പ് ഇവിടെ സെറ്റിങ്സ് ഈ സാധനത്ത് സെറ്റിങ്സ് മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇപ്പം വന്നതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ ടൂൾസിൽ ക്ലിക്ക് ചെയ്യാം. ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും കമൻറ്റ് മാനേജർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇടുന്ന വീഡിയോസിനായാലും പോസ്റ്റിനായാലും എത്ര പേര് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ കൂടി പോയിട്ട് നമുക്ക് അവിടെ ലൈക്ക് ഇട്ട് കൊടുക്കേണ്ടവർക്ക് ലൈക്ക് ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ റിപ്ലൈ കൊടുക്കേണ്ടവർക്ക് റിപ്ലൈ കൊടുക്കുക. അപ്പം ഇതിൽ മൊത്തത്തിൽ നമ്മൾ ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസിനും ഫോട്ടോസിനൊക്കെ, അതൊക്കെ മൊത്തത്തിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. റെക്കമെൻഡഡ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണാൻ സാധിക്കും, ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ഓൾ എന്നുള്ള സെക്ഷനിൽ പോയിട്ട് മൊത്തത്തിൽ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊന്ന്. രണ്ടാമത് വേറൊരു കാര്യം നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം, ഇവിടെ ഫാൻ എൻഗേജ്മെൻറ്റ് എന്നൊരു ടൂളുണ്ട്. അപ്പോൾ ഫാൻ എൻഗേജ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മളെ കണ്ടിന്യൂ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ടീമിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മിനിറ്റ്, ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, റെക്കഗ്നൈസ് യുവർ ന്യൂവസ്റ്റ് ഫോളോവേഴ്സ്, അതായത് പുതിയതായിട്ട് നമ്മളെ ഫോളോ ചെയ്തവരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവരെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്ക് നമ്മളിലേക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻസൊക്കെ തരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അവർക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ അല്ലെങ്കിൽ റീൽസ്. ഈ സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ ഒരു 10 ഫോളോവേഴ്സിനെ നമ്മളെ ലാസ്റ്റ് ഫോളോ ചെയ്ത 10 ഫോളോവേഴ്സിനെ അതിൽ ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഉദാഹരണം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ കണ്ട, ഈ ലാസ്റ്റ് തന്നെ ഫോളോ ചെയ്ത 10 പേരുടെ പേര് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഡൺ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യുക. കണ്ട, മ്യൂസിക് നമുക്ക് ഏത് പാട്ടാണെങ്കിൽ ആ പാട്ട് ആഡ് ചെയ്യുക. ഇനി അഥവാ മ്യൂസിക് ആഡ് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. എന്നിട്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പോസ്റ്റ് ആവുന്നതായിരിക്കും. അതൊന്ന്. അടുത്തൊരു ഓപ്ഷനിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഫാൻ എൻഗേജ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും റെക്കഗ്നൈസ് യുവർ മോസ്റ്റ് എൻഗേജ് ഫോളോവേഴ്സ്, അതായത് നമ്മുടെ ഫോളോവേഴ്സിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ കണ്ടന്റിൻ്റെ മുകളിൽ, അതായത് ഫോട്ടോസിലായാലും റീൽസിലായാലും വീഡിയോസിലായാലും ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻ്റ് ആവുന്ന ഫോളോവേഴ്സിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് മെസ്സേജ് ഓപ്ഷനിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ പോസ്റ്റ് വെക്കണമെങ്കിൽ പോസ്റ്റ് വെക്കുക. ഈ മെസ്സേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15 ഫോളോവേഴ്സിന് മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നതായിരിക്കും. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50 ഫോളോവേഴ്സിനെ മെൻഷൻ ചെയ്തിട്ട് പോസ്റ്റ് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്റ്റോറി ചെയ്ത് കഴിഞ്ഞാൽ 10 ഫോളോവേഴ്സിനെ വെച്ചിട്ട് സ്റ്റോറി പോകുന്നതായിരിക്കും. ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെ. നമ്മൾ റീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 6 ഫോളോവേഴ്സിനെ വെച്ചിട്ട് റീലും പോകുന്നതായിരിക്കും. ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്കിവിടെ വെക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ പാട്ട് നമുക്കിത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. എന്നിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി. ഓക്കെ.
ഇതൊക്കെ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യണം. ഇതൊക്കെ ചെയ്യുമ്പോൾ അവർ ഇത് കാണുമ്പോഴായിരിക്കും അവർക്ക് പിന്നെയും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുന്നത്. ഇപ്പം അതുപോലെ തന്നെ കൂടെ ഇവിടെയും പിന്നെ വേറൊരു ഓപ്ഷനും കൂടി, റെക്കഗ്നൈസ് യുവർ ന്യൂ ടോപ്പ് ഫാൻ. നമ്മളെ ഫാൻസിൽ വെച്ചിട്ട് ഏറ്റവും ടോപ്പ് ഫാൻ, അതും നമുക്കിവിടെ റെക്കഗ്നൈസ് പിന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഷൂട്ട് ഔട്ട് യുവർ ഫോളോവേഴ്സ് വിത്ത് ഫോളോവേഴ്സ്, റെക്കഗ്നൈസ് യുവർ ന്യൂ റേസിംഗ് ഫാൻസ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പിന്നെ സ്റ്റോറി ആയാലും അതുപോലെ തന്നെ റീൽസ് ആയാലും ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളെ കൂടെ എപ്പോഴും നമ്മുടെ ഫാൻസ് നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നത്. അപ്പോൾ തിരിച്ച് നമ്മൾ അങ്ങോട്ടും കൊടുക്കണം, അപ്പോഴും ഇങ്ങോട്ടേക്കും നമുക്ക് എപ്പോഴും കണ്ടിന്യൂ ആയിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.